ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയിൽ നിന്ന് രണ്ട് പുതിയ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ലോഞ്ച് ചെയ്തു. മോട്ടോ G10 പവർ, അതുപോലെ തന്നെ മോട്ടോ G30. അതിലെ ടോപ്പ് ഡിവൈസായ മോട്ടോ G30 എന്ന ഡിവൈസാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഈ ഒരു ഡിവൈസ് അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. HD+ റെസൊല്യൂഷനാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു HD+ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. 720x1600 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 269 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു വാട്ടർ ടോപ്പ് നോച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ താഴത്തൊക്കെ അത്യാവശ്യം ബെസൽസൊക്കെ ഉണ്ട്. ഏകദേശം 82.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോഡിയും പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഏകദേശം 200 ഗ്രാംസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ബോഡി വെയ്റ്റ് വരുന്നത്. ഒരു വാട്ടർ റിപ്പല്ലൻറ്റ് ഡിസൈനാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് മോട്ടോ G30 വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. LPDDR4X റാമാണ് ഇതിൽ വരുന്നത്. അഡ്രീനോ 610 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. Android 11 സോഫ്റ്റ്വെയറിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. പിന്നെ മോട്ടോറോള ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. 4GB 64GB എന്നൊരു സിംഗിൾ വേരിയൻറ്റിലാണ് ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഒരു റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാ പിക്സലാണ്, f1.7 അപ്പർച്ചർ. പിന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സൽ മാക്രോ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ. ഇങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 1080p വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K സപ്പോർട്ടഡ് അല്ല. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 13 മെഗാ പിക്സൽ സിംഗിൾ സെൽഫി ക്യാമറ, വാട്ടർ ടോപ്പ് നോച്ചിൻ്റെ അകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ ഏകദേശം 5000 mAh ഒരു ഡീസൻറ്റ് ബാറ്ററി വരുന്നുണ്ട്. 20 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. USB Type-C പോർട്ട് അവൈലബിൾ ആണ്. 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് മോട്ടോ G30യിൽ നൽകിയിരിക്കുന്നത്. മോട്ടോ G30 എന്ന ഈ ഒരു ഡിവൈസ് ഡാർക്ക് പേൾ, പാസ്റ്റൽ സ്കൈ എന്നിങ്ങനെ 2 കളർ വേരിയൻസിലാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ 4GB 64GB സിംഗിൾ വേരിയൻ്റ് ആണ്. അതിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 10,999 രൂപയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 17-നാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്, ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഏകദേശം 1000 രൂപ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ റെഡ്മി നോട്ട് 10 പോലെയുള്ള ഡിവൈസുകളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ മെയിൻ ഹൈലൈറ്റായി എടുത്ത് പറയാനുള്ളത് ആകെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോറോള ആയതുകൊണ്ട് ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് വരും. അതുപോലെ തന്നെ 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട് എന്നീ ഫീച്ചേഴ്സുകളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.